1 മുതൽ 1000 താഴെ വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ എങ്ങനെയാണ് എളുപ്പത്തിൽ കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് 12ന്റെ സ്ക്വയർ കാണാം. ആദ്യം 1, 2, 3 ലൈൻസ് ഇട്ടു. വൺസിന്റെ സ്ഥാനത്ത് 2, 2ന്റെ സ്ക്വയർ 4, 1ന്റെ സ്ക്വയർ 1. ഇനി നടുക്കത്തെ സംഖ്യ കിട്ടാനായിട്ട് നമ്മൾ 1 × 2 × 2, 1 × 2 2, 2 × 2 4. അപ്പോൾ 12ന്റെ സ്ക്വയർ 144 കിട്ടി. ഒന്നുകൂടി പറയാം. 2ന്റെ സ്ക്വയർ 4, 1ന്റെ സ്ക്വയർ 1. ഇനി നടുക്കത്തെ സംഖ്യ കിട്ടാനായിട്ട് 1 × 2 × 2 4. അപ്പോൾ 144 കിട്ടി. അടുത്തത് 23ന്റെ സ്ക്വയർ കാണാം. 1, 2, 3 ലൈൻസ് കൊടുത്തു. 3യുടെ സ്ക്വയർ 9, 2ന്റെ സ്ക്വയർ 4. ഇനി നടുക്കത്തെ സംഖ്യ കിട്ടാനായിട്ട് 2 × 3 × 2, 2 × 3 6, 6 × 2 12. 12ന്റെ 2 ഇവിടെ എഴുതും, 1 നമ്മൾ ഇതിന്റെ മേളിൽ എഴുതുന്നു. അപ്പോൾ 9, 2, 4 + 1 5. അപ്പോൾ 529 കിട്ടി 23ന്റെ സ്ക്വയർ. ഇത് ശരിയാണെന്ന് ചെക്ക് ചെയ്യാം. 23 × 23, 3 × 3 9, 3 × 2 6, 2 × 3 6, 2 × 2 4. ആഡ് ചെയ്യുമ്പോൾ 9, 6 × 12, 1 4 1 5. അപ്പോൾ നമുക്ക് 23ന്റെ സ്ക്വയർ ഇതുപോലെ കാണാതെ വളരെ എളുപ്പത്തിൽ കാണാനുള്ള സ്റ്റെപ്പാണ്. അടുത്തത് 53ന്റെ 2, 3 ലൈൻസ് ഇട്ടു. 3 × 3 9, 5 × 5 25. ഇനി നടുക്കത്ത് കിട്ടാൻ 3 × 5 × 2, 5 × 3 15, × 2 30. 0 ഇവിടെ ഇട്ടു, 3 മേളിലിട്ടു. ആഡ് ചെയ്ത് എഴുതാം. 9 0 5 3 8 2. അപ്പം 2809. 53ന്റെ സ്ക്വയർ. അടുത്ത സംഖ്യയുടെ സ്ക്വയർ കണ്ടാലോ. 72ന്റെ സ്ക്വയർ. 1, 2, 3 ലൈൻസ് ഇട്ടു. 2ന്റെ സ്ക്വയർ 4, 7ന്റെ സ്ക്വയർ 49. നടുക്കത്തെ സംഖ്യ കിട്ടാൻ 7 × 2 14, × 2 2 28. ഇഷ്ടം 2 എഴുതി. ഞാൻ ആഡ് ചെയ്ത് എഴുതാം. 4 8 9 2 11. ഇഷ്ടം ഒന്നുകൂടെ എഴുതി. 4 1 5. 5184 കിട്ടി. അപ്പം നമ്മൾ 2 അക്ക സംഖ്യകളാണ് ചെയ്തത്. ഇനി നമുക്ക് 3 അക്ക സംഖ്യ ചെയ്ത് നോക്കിയാലോ. അപ്പം 4 0 6, 406ന്റെ സ്ക്വയർ. ഇത് നടുക്ക് 0 ആണ്. 1 2 3 ലൈൻസ് ഇട്ടു. 6ന്റെ സ്ക്വയർ നമ്മൾ അതുപോലെ തന്നെ എഴുതും. 36. 4ന്റെ സ്ക്വയർ 16. ഇനി നടുക്കത്തെ സംഖ്യ കിട്ടാനായിട്ട് 4 × 6 24, 4 × 6 24 × 2 48. ഇവിടെ ആഡ് ഒന്നും ചെയ്യണ്ട. ഇവിടെ നടുക്ക് 0 വേണ്ടി ഇതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇപ്പോൾ ആൻസർ 1648336, 1,64,836. വളരെ ഈസി ആയിട്ട് നമുക്ക് 3 അക്ക സംഖ്യയുടെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. ഒന്നുകൂടി പറയാം. 6ന്റെ സ്ക്വയർ 36, 4ന്റെ സ്ക്വയർ 16. നടുക്കത്തെ സംഖ്യ കിട്ടാനായിട്ട് 4 × 6 24 × 2 48. ഇനി അതുപോലെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. മനസ്സിലായോ? ഒരെണ്ണം ചെയ്യാം. അപ്പം 204ന്റെ സ്ക്വയർ. 1 2 3 ലൈൻസ് ഇട്ടു. 4ന്റെ സ്ക്വയർ 16, 2ന്റെ സ്ക്വയർ 4. അടുത്തത് 2 × 4 8, 8 × 2 16. അപ്പം ആൻസർ 41,616. നമുക്ക് 3 അക്ക സംഖ്യ തന്നെ നടുക്ക് 0 അല്ലാത്ത സംഖ്യയുടെ ചെയ്ത് നോക്കാം. 312, 312ന്റെ സ്ക്വയർ. അപ്പം 1 2 3 ലൈൻസ് ഇട്ടു. ഇപ്പോൾ ഇതെടുക്കും നമ്മൾ 2 സംഖ്യ ഒന്നിച്ചെടുക്കും, ഒരു സംഖ്യ ഒറ്റയ്ക്ക്. ഇപ്പോൾ 1ഉം 2 സ്ഥാനത്തുള്ള 1 സ്പേസും 10 സ്പേസിലുള്ള 12 ഒന്നിച്ചെടുത്തു, 3 ഒറ്റയ്ക്ക് എടുത്തു. 12ന്റെ സ്ക്വയർ 144. ഇനി 44 നമ്മൾ എഴുതും. 1 ഇങ്ങോട്ട് മാറ്റി എഴുതി. അടുത്തത് 3യുടെ സ്ക്വയർ 9. ഇനി നടുക്കത്ത് കിട്ടാനായിട്ട് നമ്മൾ 12നെയാണ് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 3 × 12 36 × 2 72. അപ്പോൾ ഇവിടെ നമ്മൾ 72 എഴുതും. നമുക്ക് ആഡ് ചെയ്ത് എഴുതുമ്പോൾ 4 4 2 1 3 7 9. അപ്പോൾ ആൻസർ 97,344. ഒന്നുകൂടി പറയാം. നമ്മൾ നടുക്ക് 0 അല്ലാത്ത 3 അക്ക സംഖ്യ ചെയ്യുമ്പോൾ 1 പ്ലേസിലും 10 പ്ലേസിലും നമ്പർ ഒന്നിച്ചെടുക്കും. അപ്പോൾ 12 ഒന്നിച്ചെടുക്കും, 3 ഒറ്റയ്ക്ക് എടുക്കും. 12ന്റെ സ്ക്വയർ 144, 44 എഴുതി. ശിഷ്ടം 1 ഇവിടെ എഴുതി. 3ന്റെ സ്ക്വയർ 9. നടുക്കത്തെ സംഖ്യ കിട്ടാനായിട്ട് 3 × 12 × 2, 3 × 12 36, × 2 72. ഇപ്പോൾ 72 നമ്മളിവിടെ എഴുതി. എന്നിട്ട് ആഡ് ചെയ്യാനായിട്ട് 4 4 2 + 1 3 7 9. അപ്പോൾ ആൻസർ 97,344. ഒന്നോടെ ചെയ്യാം. 211 സ്ക്വയർ. നമ്മൾ 11 ഒന്നിച്ചെടുക്കും, 2 ഒറ്റയ്ക്ക് എടുക്കും. അപ്പോൾ 3 ലൈൻസ് ഇട്ടു. 11ന്റെ സ്ക്വയർ 121. ഇപ്പോൾ 21 1 ഇവിടെ എഴുതും. 2ന്റെ സ്ക്വയർ 4. നടുക്കത്ത് കിട്ടാനായിട്ട് 2 × 11 22 × 2 44. ആഡ് ചെയ്ത് എഴുതുമ്പോൾ 1 2
4 1 5 4 4. അപ്പോൾ ആൻസർ 44,521. മനസ്സിലായോ?